ക്യാൻസർ ഞാൻ കാണുന്നത് ജൂലൈ മാസത്തിന്റെ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ചൊരു ഇന്റൻസ് എനർജിയാണ്. എന്തോ ഒരു വലിയ തീരുമാനം നിങ്ങൾക്ക് എടുക്കേണ്ടി വരും ഈ മാസം. അതിനെ കുറിച്ച് ചില കൺഫ്യൂഷനും ഉണ്ടാവും. അപ്പോ ഈ തീരുമാനമാണ് നിങ്ങൾക്ക് ഒരു ആങ്സൈറ്റി മാതിരി ഒരു അതിലിടണത്. അപ്പോ എന്താണ് ഈ തീരുമാനം, എന്താണ് ഈ വലിയ ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? നമ്മൾക്ക് ഇപ്പൊ നിങ്ങളുടെ റീഡിംഗിൽ കാണാം. അപ്പോ റീഡിംഗ് തുടങ്ങാം. ആൻഡ് നിങ്ങളുടെ ഗൈഡൻസ് എന്താ പറയണെന്ന് നമ്മൾക്ക് റീഡിംഗിൽ കാണാം. അപ്പോൾ ക്യാൻസർ, ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ്. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡന്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ് ഇത്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് കൂടിയാണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്നത് എടുക്കുക, റെസൊനേറ്റ് ആവാത്തത് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടാം. ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. എന്താ വെച്ചാൽ പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ക്യാൻസർ നിങ്ങളുടെയും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറണ്ട് എനർജി ഒരു ഡിഫിക്കൾട്ട് സമയം ഞാൻ കാണുന്നുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങളിപ്പോൾ മുമ്പോട്ടേക്കാണ് പോകണത്. നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ ഞാൻ കാണുന്നത് ഇത് വിട്ടിട്ട് നിങ്ങളിപ്പോൾ ഒരു പീസ്ഫുൾ ടൈമിലേക്കാണ് പോകണത്. ഓക്കെ, അപ്പോൾ ഒരു ട്രാൻസിഷൻ ആണ് നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. ചേഞ്ചസ് വരുന്നുണ്ട്, മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ബട്ട് നിങ്ങൾ പോകണത് ഒരു പീസ്ഫുൾ സമയത്തേക്കാണ്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ പ്രശ്നങ്ങൾ ഉണ്ടായാലും കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇത് കുറച്ച് ഒരു ബെറ്റർ ആവും. ഓക്കെ, ഞാൻ കാണുന്നത് ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടാളുടെയും എനർജിയിൽ എന്തോ എൻഡ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ചിലവർക്ക് നിങ്ങൾ ഈ റിലേഷൻഷിപ്പ് എൻഡ് ചെയ്തിട്ടായിരിക്കും മുമ്പോട്ടേക്ക് പോകുന്നുണ്ടാവുക. എന്താ വെച്ചാൽ ഞാനിവിടെ ഒരു സെപ്പറേഷനാണ് കാണുന്നത്. അപ്പോൾ എവിടെയോ ഈ റിലേഷൻഷിപ്പിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ട് ഒരു സ്റ്റെബിലിറ്റി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കുന്നത്. എന്തോ ഒരു ഹീലിംഗ് എനർജി ഉണ്ട്, ഒരു സെപ്പറേഷൻ്റെ എനർജി ഉണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടായിരിക്കും ഒരു തീരുമാനം എടുക്കുന്നുണ്ടാവുക ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച്. നിങ്ങളുടെ എനർജിയിൽ ഒരു എക്സ്പെക്റ്റേഷൻ്റെ എനർജിയാണ്. നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കുകയാണ്, നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് അത് ഈ സിറ്റുവേഷനിൽ കാര്യങ്ങൾ ശരിയാവും. അപ്പോൾ തൽക്കാലം ഒരു ബ്രേക്കിലായിട്ടും നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ട് അത് ഈ സിറ്റുവേഷൻ എല്ലാം ശരിയാവും. ഫ്യൂച്ചർ നിങ്ങൾ ആദ്യം തിരിച്ച് റീകൺസൈൽ ചെയ്യും, ഇത് ഈ പ്രശ്നങ്ങളൊക്കെ മാറും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഹോപ്പ് ഉണ്ട്, കുറേ കോൺഫിഡൻസ് ഉണ്ട് അത് ഇത് ശരിയാവും, എല്ലാം ആ സമയത്തിൻ്റെ പ്രശ്നമാണ്. ആ ശരിയായ സമയമാകുമ്പോൾ എല്ലാം സോർട്ട് ഔട്ട് ആവും. ഈ പേഴ്സൻ്റെ എനർജിയിലും ഞാൻ ആക്ച്വലി കുറേ ലവ് ആണ് കാണുന്നത്. അവർക്ക് കുറേ ഒരു ഇമോഷണൽ പേഴ്സൺ ആയിരിക്കാം ഇവർ. അവരുടെ എനർജിയിലും കുറേ ഇമോഷൻസ് ആണ് കാണുന്നത്. പക്ഷേ അവരുടെ എനർജിയിൽ കോൺഫ്ലിക്റ്റുമുണ്ട്. എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ടാവാം. അതല്ല വെച്ചാൽ അവരുടെ മനസ്സിൽ എന്തോ കോൺഫ്ലിക്റ്റാണ് നടക്കുന്നത്. അവർ കുറേ കാര്യങ്ങൾ മനസ്സിൽ വെച്ച് ഡിസൈഡ് ചെയ്യാനാണ് നോക്കുന്നത്, തീരുമാനം എടുക്കാനാണ് നോക്കുന്നത്. ഇവിടെ ഞാൻ കാണുന്നത് അവർക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ പാഷനുണ്ട്. പക്ഷേ എവിടെയോ അവർ ഈ സിറ്റുവേഷനെ കുറിച്ച് ഷുവർ അല്ല. പിന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ചില വഴക്കുണ്ടായിട്ടുണ്ടാവും, ചില ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു സിംഗിൾ ഇൻഡിപെൻഡൻറ്റ് എനർജിയാണ് ഇവിടെ കാണുന്നത്. പക്ഷേ അപ്പോഴും ഞാനൊരു സൈലൻസിൻ്റെ എനർജിയാണ് കാണുന്നത്, സീക്രറ്റ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ രണ്ടാൾക്കും ഈ റിലേഷൻഷിപ്പിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എവിടെയോ ഞാൻ കാണുന്നത് ഒരു പേടി ഉണ്ടായിരുന്നു, ഇത് ഒരു റിജക്ഷനിലേക്ക് മാറുമോ, ഈ പേഴ്സൺ എന്നെ റിജക്റ്റ് ചെയ്യുമോ, ഇത് ശരിയാവുമോ. അപ്പോൾ അങ്ങനെ ഒരു ലോ സെൽഫ് കോൺഫിഡൻസിൻ്റെ എനർജിയാണ് കാണുന്നത്. അപ്പോൾ പാസ്റ്റിലും ഞാൻ കാണുന്നത് കാര്യങ്ങൾ ഒരു സ്റ്റേബിൾ ആയിരുന്നില്ല. ഇപ്പോഴും ഞാൻ കാണുന്നത് എന്തോ ഒരു സെപ്പറേഷൻ തന്നെയാണ്. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്? അവരുടെ കറണ്ട് ഫീലിങ്സ് ഇവിടെ നിങ്ങളുടെ കൂടെ അവർക്കൊരു ഫ്യൂച്ചർ വേണം. ഓക്കെ, അവർ നിങ്ങളെ ഒരു ലോങ് ടേം പാർട്ട്ണറായിട്ടാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുടെ കൂടെ കല്യാണം വേണം, ഫ്യൂച്ചർ വേണം, അങ്ങനെയൊക്കെയാണ് അവർ വിചാരിക്കണത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താണ്?
നിങ്ങൾക്കൊരു പേടിയാണ്. എന്താ വെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ മുമ്പോട്ടേക്ക് പോയാൽ ശരിയാവോ? നിങ്ങൾ ഈ പേഴ്സണെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ക്ലിയർ അല്ല നിങ്ങളുടെ മനസ്സിൽ. ചില ഇഷ്യൂസ് ഉണ്ടാവാം നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക്. നിങ്ങളുടെ ഭാഗത്തിൽ ഞാൻ കാണുന്നത് നിങ്ങളൊരു ഡിവോഴ്സ്ഡ് പേഴ്സണും ആവാം. ഓക്കെ, ആവണം എന്നില്ല, അത് എല്ലാവർക്കും ബാധിക്കില്ല. പക്ഷേ ഞാൻ ഇവിടെ എന്തോ ഒരു ഡിവോഴ്സിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ അതല്ല വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റഡ് ആണ്. ലൈക്ക് നിങ്ങളുടെ ഡിവോഴ്സ് ആയിട്ടില്ല, ഒരു സെപ്പറേഷനിലായിരിക്കാം നിങ്ങൾ. അപ്പോൾ എന്താണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ? അവരുടെ ലൈഫിലും വേറെ ആരോ ഉണ്ടച്ചാൽ അവർക്കൊരു ചോയ്സാണ് എടുക്കേണ്ടത്. അവർക്ക് നിങ്ങളുടെ അടുത്തേക്കാണ് വരേണ്ടത്. അപ്പോൾ എവിടെയോ ഞാനിവിടെ ഒരു തേർഡ് പാർട്ടി കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കൊരു ചോയ്സ് എടുക്കാണ്ട് എന്താ വേണ്ടേ ഈ സിറ്റുവേഷനിൽ മുമ്പോട്ട് പോയാൽ എനിക്ക് ഒരു പേഴ്സണെ വിട്ടിട്ട് വേണം ക്യാൻസറിനെ ചൂസ് ചെയ്യാൻ. അങ്ങനത്തെ ഒരു എനർജിയിലാണ് ഇവർ. നിങ്ങളുടെ എനർജിയിലും ഞാനൊരു നിങ്ങളുടെ ഇൻറ്റൻഷൻ കല്യാണം കഴിക്കാമെന്നാണ്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളൊരു ഫ്യൂച്ചറാണ് കാണുന്നത്. നിങ്ങളുടെ കുട്ടികളെയൊക്കെ ഉണ്ടെച്ചാൽ നിങ്ങൾക്കൊരു ഫാമിലി എനർജിയാണ് വേണ്ടത്. ആൻഡ് അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ റിസ്ക് എടുക്കാൻ റെഡിയാണ്. അപ്പോൾ എന്താണ് ഇവിടെ ആക്ഷൻ? ഇവരെന്തോ ഒരു വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. എന്തോ ഒരു വലിയ ഷോക്കിംഗ് ചേഞ്ച് ഉണ്ടാവാൻ പോകുന്നുണ്ട് ഇവരുടെ ലൈഫിൽ. എന്തോ എൻഡായിട്ട് ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകാനുള്ള പരിപാടിയാണ് ഇവരുടെ. ഞാൻ കാണുന്നത് അവരെന്തോ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നുണ്ട്. അതൊരു ഷോക്കിംഗ് തീരുമാനമായിരിക്കും. നിങ്ങളുടെ എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു സിറ്റുവേഷൻ, സ്റ്റേബിൾ ആവാത്ത സിറ്റുവേഷൻ ഇപ്പോൾ സ്റ്റേബിളൈസ് ആവാൻ പോകുന്നുണ്ട്. നിങ്ങൾ അതിന്നാണ് അങ്ങനെയാണ് ആക്ഷൻ എടുക്കാൻ പോണേ. നിങ്ങൾക്കൊരു സ്റ്റേബിൾ ഫ്യൂച്ചർ വേണം. ഓക്കെ, അപ്പോൾ അതുമാതിരി നിങ്ങൾ ആക്ഷൻ എടുക്കണോ. ബട്ട് ഔട്ട്കം ഇവിടെ 9 of Swords ആണ്. കുറേ സ്ട്രെസ്സിൻ്റെ എനർജി ഉണ്ട്, ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്, ഗിൽട്ട് ഉണ്ട്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഇവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരോ ഒരു പേഴ്സണെ വിട്ടിട്ട് വേണം മുമ്പോട്ടേക്ക് പോവുക. അപ്പോൾ ഇവിടെ അതിൻ്റെ ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അതുമാത്രമല്ല നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഈ റിലേഷൻഷിപ്പിനെ വിട്ടിട്ടായിരിക്കും ഒരു അവനോൻ്റെ പാർട്ട്ണറുടെ അടുത്തേക്ക് തിരിച്ചു പോവുണ്ടാവും. അങ്ങനെയും ആവാം. ഓക്കെ, നിങ്ങൾ രണ്ടാളും ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ആ തീരുമാനം എന്താ വെച്ചാൽ എല്ലാവർക്കും വേറെ മാതിരിയായിരിക്കും. അതുകൊണ്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കുക. എന്താ വെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിങ്ങിൽ വരുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് ആണ് ഔട്ട്കം ആയിട്ട് കാണുന്നത്. ഇപ്പോൾ ഹാർട്ട് ബ്രേക്ക് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതോ ഒരു പേഴ്സണെ വിട്ടിട്ട് ഈ റിലേഷൻഷിപ്പിനെ മുമ്പോട്ട് കൊണ്ടുപോകണം വെച്ചാലും ഇവിടെ ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് അതും. എന്താ വെച്ചാൽ ഒരു പേഴ്സണെ വിടുക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ഡെസിഷൻ അല്ല. അതുമാതിരി ഈ പേഴ്സണും അങ്ങനെ തന്നെ ഒരു തീരുമാനം എടുക്കേണ്ട വെച്ചാൽ അവർക്കും അതൊരു ഡിഫിക്കൾട്ട് സിറ്റുവേഷനാണ്, ഹാർട്ട് ബ്രേക്കിംഗ് സിറ്റുവേഷനാണ്. പക്ഷേ ചിലവർക്ക് നിങ്ങൾ രണ്ടാളും പിരിയാൻ ഡിസൈഡ് ചെയ്യും. എന്താ വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെ ലൈഫിൽ വേറെ ആരെങ്കിലും ആണ് വെച്ചാൽ ഇത് പോസിബിൾ അല്ല എന്ന് നിങ്ങൾ വിചാരിച്ചിട്ട് നിങ്ങൾ തന്നെ സെപ്പറേറ്റ് ആവാൻ ഡിസൈഡ് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയും ആവാം. ഓക്കെ, അപ്പോൾ 2 തരത്തിലും ഈ റീഡിംഗ് ആവാം. അപ്പോൾ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്താൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് മാച്ച് ചെയ്തു വെച്ചാൽ നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സൈൻ ആയിട്ട് വരണേ. അപ്പോൾ ഇവിടെ തന്നെ ഞാൻ കാണുന്നത് കുറേ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, സ്കോർപ്പിയോ, പൈസീസ് ഉണ്ട്. ഓക്കെ, ക്യാൻസർ ഉണ്ട്, ലിയോ ഉണ്ട്, അക്വേറിയസ് ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാപ്രിക്കോൺ ആണ്. പിന്നെ ലീബ്ര വന്നിട്ടുണ്ട്, വെർഗോ ഉണ്ട്, ആൻഡ് സ്കോർപ്പിയോ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ചില എക്സ്ട്രാ സൈൻസ് ഇവിടെ വന്നിരിക്കണേ. ഓറക്കിൾ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയണത് എന്താ വെച്ചാൽ വർത്ത് വെയിറ്റിംഗ് ഫോർ. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയണത് എല്ലാം ഡിവൈൻ ടൈമിങ്ങിൽ ശരിയാവും എന്നാണ്. അപ്പോൾ നിങ്ങൾ വെയിറ്റ് ചെയ്തത് വെറുതെ അല്ല. ഓക്കെ, ഇവിടെ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് തീരുമാനം ഉണ്ടാവാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ ശരിയായ സമയത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണത്. ആ ശരിയായ സമയമാകുമ്പോൾ എന്തോ ഒരു തീരുമാനം നിങ്ങൾ എടുക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ് ക്യാൻസർ. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ.